ഹായ് ഫ്രണ്ട്സ്, വോയിസ് ഫോക്കസിൻ്റെ പുതിയൊരു സബ്ജക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ ബിസിനസ്സിനെ ഒരു കൂലിപ്പണിയായി കാണുന്നവരായിട്ട് പലരെയും കാണാറുണ്ട്. കൂലിപ്പണിയുടെ പ്രത്യേകത എന്താ? രാവിലെ നിന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്ക് ഒരു നിശ്ചിത എമൗണ്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വർക്കിനിറങ്ങുന്ന ആളുകളെപ്പോലെയായി മാറാറുണ്ട് ചില ബിസിനസ്സുകാർ. എന്തൊക്കെയോ കച്ചവടം ചെയ്യണം, അവർക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു 500 റുപ്യ 1000 റുപ്യ അല്ലെങ്കിൽ ചെറിയൊരു അവർ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് അവർ കിട്ടണം. അതിനപ്പുറത്തേക്കൊരു ഗ്രോത്ത് ആഗ്രഹിക്കാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവരുണ്ട്. അങ്ങനെ ഇറങ്ങുന്നവരെ നമ്മൾ ബിസിനസ്സുകാർ എന്ന് പറയേണ്ടതില്ല. അവരൊരു സാധാ ഏണിങ്സ് താല്പര്യപ്പെട്ടുകൊണ്ട് വരുന്ന ആളുകൾ എന്നേ നമുക്ക് പറയാൻ പറ്റൂ. ബിസിനസ്സിലേക്ക് വരുന്നൊരു വ്യക്തി അയാളുടെ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് സിമ്പിളായിരിക്കില്ല. അവരുടെ എയിം എന്ന് പറയുന്നത്, അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യുന്നതിന് മുകളിലേക്കുള്ള എക്സ്പെക്റ്റേഷനാണ്. അങ്ങനത്തെ ആളുകളാണ് ബിസിനസ്സുകാർ എന്ന് പൊതുവെ പറയേണ്ടത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ തയ്യാറായിക്കൊണ്ട് മാർക്കറ്റിൽ വരുന്ന വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ ബിസിനസ്സുകാരെന്ന് പറയേണ്ടത്. അവർക്കേ മാർക്കറ്റിങ്ങിലൂടെ മാർക്കറ്റിൽ നിന്നും വലിയ വലിയ ഗ്രോത്തുകൾ, വളർച്ചകൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനപ്പുറമുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുക. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്നവരായിട്ട് മാറുന്നവരാരൊക്കെയുണ്ടോ അവരാണ് റിയൽ ഹീറോ ഓഫ് ബിസിനസ് വേൾഡ്. ഓക്കെ, നമ്മൾ മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ട്, ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ലാഭമല്ലെങ്കിൽ നഷ്ടമുണ്ടാകുന്ന പ്രോസസ്സാണ് ബിസിനസ്, അല്ലേ? സിമ്പിളായിട്ട് പറഞ്ഞതാട്ടോ. ഇതിൻ്റെ കൺസെപ്റ്റുകൾ വലിയ വലിയ കൺസെപ്റ്റുകളുണ്ട്. ഇതാണ് ബിസിനസ്. പക്ഷേ എന്നാലും നഷ്ടത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ബിസിനസ് നടത്താറുണ്ടോ? ഇല്ല. നമ്മളെപ്പോഴും ലാഭം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഓരോ ബിസിനസ് ഡീലുകളും വർക്കൗട്ട് ചെയ്യുന്നത്, അല്ലേ? അവിടെ ചിലപ്പോൾ നഷ്ടം സംഭവിക്കാം. എന്നിരുന്നാൽ നിങ്ങൾ അതിന് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്കുള്ള ലാഭം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. വലിയ വലിയ ഗ്രോത്തുകൾ ഉണ്ടാക്കിയിട്ടുള്ള കമ്പനികൾ എടുക്കുക. അവരൊന്നും ഒരു ഫിക്സഡ് പ്രോഫിറ്റ് അല്ല, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ടേൺ ഓവർ അല്ല ഫോക്കസ് ചെയ്യുക. അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇയർലി ടാർഗറ്റ് സെറ്റ് ചെയ്യും. ഇത്ര വോളിയം ഓഫ് സെയിൽസ് അല്ലെങ്കിൽ ഇത്ര വോളിയം ഓഫ് ടേൺ ഓവർ അച്ചീവ് ചെയ്യണമെന്നുള്ള ഒരു ഫോർകാസ്റ്റിംഗ് ഉണ്ടാക്കി വെച്ചിട്ടാണ് എന്തേല് അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവിടെ അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ആ ഒരു വെച്ചിട്ട് ടാർഗറ്റിൻ്റെ മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളെ സൃഷ്ടിക്കലാവും ബിസിനസ്. മറ്റേതാകുമ്പം രാവിലെ വന്ന് ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേന് ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ ആഗ്രഹിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫൈഡാ. റെൻറ്റ് കഴിഞ്ഞ് സ്ഥാപനത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുള്ള കൂലി കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം പോകുമ്പോൾ നമ്മുടെ കീശയിൽ ചെറിയൊരു ചെലവുള്ള പൈസ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ്. അതിന് ബിസിനസ് എന്നല്ല പറയേണ്ടത്. അതിനെ പറയേണ്ടത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാധാ പണിക്ക് പോകുന്ന ഒരു വ്യക്തിയുടെ സാഹചര്യങ്ങളിലേക്കാണത് മാറുന്നത്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറയാം, ബിസിനസ് എന്ന് പറയുന്നതിന് അതിൻ്റേതായ വാല്യൂ ഉണ്ട്. ആ ബിസിനസ്സിന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻകം സൃഷ്ടിക്കാനും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സൊസൈറ്റി ഗ്രോ ചെയ്യാനുമുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓരോ ബിസിനസ്സുകാരനും സമൂഹത്തിൻ്റെ വലിയ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കും. അതിനവർ സംഭാവന ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അവിടത്തേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വലിയ വലിയ തിങ്കിങ്സും അതുപോലെ തന്നെ തിയറികളുമായിരിക്കും.
അതിൻ്റെ റിസൾട്ടാണ് അവരുടെ ബിസിനസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ബിസിനസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മളവിടെ വലിയ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പക്ഷേ അവിടെ ലൈവ് മോഡിലും ആയിരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ബിസിനസ്സിന് മീഡിയ ആയിരിക്കുന്ന ആളുകൾ എപ്പോഴും ലൈവിലുണ്ടായിരിക്കണം. ഈ ലൈവിലുണ്ടാകുന്ന സമയത്താണ് അവിടെ ഗ്രോയിങ് സംഭവിക്കുന്നത്. ഓരോ മാറ്റങ്ങളും, മാർക്കറ്റിൻ്റെ ഓരോ മാറ്റങ്ങളും മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്ലാനിങ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വലിയ ഗ്രോത്തുകൾ, വലിയ മാറ്റങ്ങൾ മാർക്കറ്റിങ്ങിലും ബിസിനസ്സിലും ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ്സ് എപ്പോഴും മാർക്കറ്റിൽ വേണം. അതുകൊണ്ടാണ് നിങ്ങൾ ബിസിനസ്സിനെ ബിസിനസ്സായി തന്നെ കണ്ടുകൊണ്ട് വർക്കൗട്ട് ചെയ്യണം നിങ്ങളുടെ ഓരോരോ കാര്യങ്ങളും. ഓക്കെ, അപ്പം എനിവേ നിങ്ങളെല്ലാവരും നല്ല അച്ചീവേഴ്സ് ആവണം, നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു വലിയ ടാർഗറ്റ് ഓറിയൻറ്റഡ് പേഴ്സൺ ആയിക്കൊണ്ട് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ watching. Please support me.